ഗായ്സ്, വണക്കം, വന്ദനം, സ്വാഗതം. നമ്മളെന്താ പെട്ടെന്ന് തന്നെ തമിഴ്നാട് കയറിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഞാനിന്ന് നമ്മളെ ഇപ്പോൾ പാലക്കാടായതുകൊണ്ടേ നമുക്ക് എന്താ പറയുക, ദിണ്ടുക്കൽ, പൊള്ളാച്ചിയിൽ നിന്ന് ദിണ്ടുക്കലിൽ നിന്ന് നമ്മുടെ ഹലോ മമ്മി പറയൂ, ഞാൻ പൊള്ളാച്ചി എത്തണു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തമിഴ്നാട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കന്യാകുമാരിക്ക് ഫസ്റ്റ് തന്നെ തമിഴ്നാട് കയറിയതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പാലക്കാടാണ്. പാലക്കാട് നിന്ന് നേരെ പൊള്ളാച്ചിയിൽ നിന്ന് ദിണ്ടുക്കലിൽ നിന്ന് തിരുനെൽവേലി, അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മുടെ കന്യാകുമാരി കയറാമെന്ന് വെച്ചു. ലൈക്ക് നമ്മുടെ കേരളത്തിലെ റോഡ് പണി കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഭയങ്കര ട്രാഫിക്കാണ്. സോ ഇതാകുമ്പോൾ ഇതിങ്ങനത്തെ കുറേ തെങ്ങും തോപ്പും നല്ലതാണ്, ഇതുപോലത്തെ റോഡുമാണ് കേട്ടോ. കേരളം കഴിഞ്ഞത് റോഡ് മാറി കണ്ടോ? ഇല്ല, നമ്മുടെ കേരളത്തിൽ നിറയെ നല്ല റോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരട്ടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത റൂട്ട് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ നോർമലി തൃശ്ശൂരിൽ നിന്ന് കൊച്ചി ടു മറ്റേ ട്രിവാൻഡ്രം ടു കന്യാകുമാരി അല്ല ഞാൻ എടുത്തത്. സോ നമ്മളെടുത്തത് ഈ റൂട്ടാണ്. ഏകദേശം ഒരു 9:30 ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു കുറച്ചുകൂടെ ഉള്ളൂ. നമുക്ക് ഇവിടെ ഗോപാലപുരം ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പൊള്ളാച്ചിക്ക് അധികം ദൂരം ഇല്ല കേട്ടോ. 15 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും അടുത്താണ് തമിഴ്നാട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ തമിഴ്നാട് വഴി കയറുന്നത്. നമ്മൾ തമിഴ്നാട് കൂടെയാണ് കന്യാകുമാരി പോകുന്നത് കേട്ടോ. സത്യത്തിൽ ഇതൊരു നേരത്തെ കൂട്ടി വെച്ചതാണ് നമ്മൾ കന്യാകുമാരി പോകണമെന്ന്. പക്ഷേ ഇന്ന് പോകണമെന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ തോന്നിയൊരു പെട്ടെന്നുള്ളൊരു സ്ട്രൈക്കാണ്. റൈഡ് എടുത്തിട്ട് കുറേ ആയില്ലേ, അപ്പോൾ നമുക്ക് റൈഡ് പോകാമെന്നുള്ളൊരു തോട്ട്, ഒരു ബ്രേക്ക് വേണമെന്നുള്ളൊരു തോട്ടും. അപ്പോൾ നമ്മുടെ ലഡാക്ക് ട്രിപ്പിന് ശേഷം ഫുള്ള് വർക്ക് ലോഡ് അത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. സോ ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് വേണമെന്നൊരു തോട്ട് പെട്ടെന്ന് ഇന്നലെ ഓഫീസിലിരിക്കുമ്പോഴാണ് തോന്നിയത്. വൈകുന്നേരം തന്നെ ഒരു മെയിലിട്ട് ലീവ് എടുത്തു. നമ്മളെ റൈഡ് ഗോയിങ് ഓൺ ആണ്. അപ്പോൾ ആക്ച്വലി ബുക്കൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ കുറേ സെർച്ച് ചെയ്തു കേട്ടോ. നമ്മുടെ ആ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം വിവേകാനന്ദ പാറയ്ക്ക് പോവാൻ ഭയങ്കര തിരക്കാണെന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ബുധനാഴ്ചയാണ്. സോ ബുധനാഴ്ച വ്യാഴാഴ്ച നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. പക്ഷേ വിവേകാനന്ദ പാറയിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കട്ടെ. അത്ര തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. ഏതാവും എന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പതുക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഇല്ല. ഇവിടുന്ന് ഏകദേശം ഒരു 450 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ റൂട്ടാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ ഹൈവേ വഴിയാണ് പോകുന്നതെങ്കിൽ 420 എങ്ങാണ്ട് വരുന്നുള്ളൂ. പക്ഷേ ഇതൊരു 450-460 കിലോമീറ്റർ വരുന്നുണ്ടോ. പക്ഷേ എന്നാലും റോഡ് ഇങ്ങനത്തെ ആണ്. അതുകൊണ്ട് ഈ ഇപ്പോൾ പളനി പോകുന്ന റൂട്ടൊക്കെ ഇച്ചിരി നല്ല റോഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സീനില്ല. നമുക്ക് 40 കിലോമീറ്ററിൻ്റെ ഒരു അധികം വരുന്നുണ്ടെങ്കിലും അത് നമുക്ക് ടൈമിൽ കവറപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ എറണാകുളം റൂട്ട് പോകുന്നത്, നമ്മുടെ 544 NH കൂടെ പോകുന്നത് ഏകദേശം ഒരു 11 മണിക്കൂറൊക്കെയാണ് ട്രാവൽ കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് 7 to 8 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി? 10:38. ഓക്കെ, 10:38. അടുത്തൊരു ബ്രേക്ക് എങ്ങനെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ബ്രേക്കൊക്കെ എടുത്തിട്ട് പോകാം. അതുകൊണ്ടോ നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഇതിൽ കൂടെ. പക്ഷേ ഇനിയിപ്പോൾ തൃശ്ശൂരുള്ളവർക്ക് മാത്രം ഇത് കൂടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരെന്തായാലും നമ്മുടെ ടിപ്പിക്കൽ റൂട്ടിൽ കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പാലക്കാടായതുകൊണ്ട് എനിക്ക് ഈ റൂട്ടാണ് എളുപ്പം. സോ എനിക്ക് തമിഴ്നാട് ബോർഡറിലേക്ക് അത്ര ദൂരമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ റൂട്ടാണ് എളുപ്പം. ഇതാണ് കുറച്ചുകൂടെ കൺജസ്റ്റഡ് അല്ലാത്ത റൂട്ടും. അപ്പോൾ നമുക്ക് ഈ റൂട്ടിലെയും കന്യാകുമാരി റൂട്ടിലെ എല്ലാ വിശേഷങ്ങളും നമുക്ക്
കാണാം, ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൊന്നു മക്കളെ, ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ചെയ്തതിന് ശേഷം സ്ലൈഡായി വരുന്ന ഹൈപ്പ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ 4-5 പേർക്ക് അധികം പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈപ്പ് കൂടെ ചെയ്യുക. ഈടാ തമിഴ്നാട് റോഡ് പൊളി, പക്ഷേ നട്ടുച്ച സമയമായതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് സൈഡാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണൽ പോലും ഇല്ല ഗായ്സ്. അയ്യോ, ഫുൾ വെയിൽ. എന്താ പറയുക, ഒരു ഇതെല്ലാം ഉണ്ട് കേട്ടോ, മറ്റേ കുറച്ച് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക്, ഞാൻ അത്ര വേറെ ഒന്നും കഴിക്കണമെന്നല്ല, ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് നോക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഹൈവേയുടെ സൈഡുകളിലൊന്നും ഒരു തണൽ പോലും ഇല്ല. സീന് സംഭവം. നമ്മളപ്പോൾ പതുക്കെ പഴനി എത്തിയിട്ടുണ്ട്. പഴനി ഇതേ നമുക്ക് അമ്പലം കാണാം കേട്ടോ. ഇത് ഈ തെങ്ങുള്ളത് കണ്ടാണ്. ഈ ഫ്ലൈ ഓവർ കയറുമ്പോൾ നമുക്ക് ആ അമ്പലം കാണാൻ പറ്റും, നമ്മുടെ പഴനി അമ്പലം. ലൈക്ക് ഇതോ ആ കാണുന്നതാണ് കേട്ടോ. അവിടെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, ഇതിനകത്ത് കാണില്ല, ഇതിനകത്ത് കുട്ടിയായിട്ടേ കാണുള്ളൂ. നമുക്കത് ആ സൈഡിൽ പഴനി കാണുന്നുണ്ട്. എടാ, ഫ്രീ റോഡ് കേട്ടോ ഇത്. സിമ്പിൾ, അതായത് എന്താ പറയുക, ഒരു 4 വരി പാത, ആരുമില്ല. നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. എന്താ പറയുക, 110-ൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയ റോഡ് കേട്ടോ. സിമ്പിളായിട്ട്, നമ്മുടെ ഒരു റഷും ഇല്ല, ഒരു ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോൾ പഴനി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 1, 2, 3, 4 വണ്ടി കിട്ടിയത്. പുള്ളി തൊഴുതാണല്ലോ. അങ്ങോട്ട് പോയിക്കൂടെ എന്നാ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ നേരെ ദിണ്ടുക്കലാണ് പോകുന്നത്. നമ്മളിപ്പോൾ കവർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇവിടെ നിന്ന് നേരെ നമ്മൾ പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഗോപാലപുരം വഴി ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട് എത്തി. തമിഴ്നാട് നിന്ന് നേരെ പൊള്ളാച്ചിയിൽ നിന്ന് പഴനിയിൽ നിന്ന് ഇനി ദിണ്ടുക്കൽ നിന്ന് നേരെ നമ്മൾ മധുര പോവും. മധുര, തിരുനെൽവേലി, അവിടെ നിന്ന് നേരെ കന്യാകുമാരി കേട്ടോ. ഇനി ഏകദേശം ഒരു 340 കിലോമീറ്റർ ഉണ്ട്. സോ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ബാക്ക് ടു ബാക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ஆப்பிள் ஃபோன் கேமரா மாதிரி கிளாரிட்டியா இருக்கு பாருங்க. அந்த பாருங்க, இல்ல கிளாரிட்டி நல்லா இருக்கு. ரெண்டு வண்டியில சிலந்த மாதிரி அது இப்போ ரெக்கார்ட் ஆயிட்டு தான் இருக்கு. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ പതുക്കെ ദിണ്ടുക്കൽ എത്തിയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല കേട്ടോ. ദിണ്ടുക്കൽ എന്താ ഫേമസ്? ദിണ്ടുക്കൽ പൂട്ട്, നമ്മുടെ ലോക്കില്ലേ, ലോക്ക്, അതാണ് ഇവിടെ ഫേമസ്. ഇപ്പോൾ ദിണ്ടുക്കൽ ടൗണിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് 43 NH 43ക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. ആഹാ, എന്തൊക്കെയോ പരിപാടി നടക്കുന്നത്. എന്തായാലും റോഡ് നല്ല രസമുണ്ട്. പക്ഷെ എന്താണ്, നമുക്ക് ഉറക്കം വരും. ഒന്നാമത് നമ്മൾ സോളോ ആണ്, ആസ് യൂഷ്വൽ സോളോ ആണ്. സോ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം. പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ റൂട്ട് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ലൈക്ക് നല്ല
മലനിരകളും കാര്യങ്ങളും പച്ചപ്പും പരിതാപകരും, പിന്നെ നമ്മുടെ തെങ്ങും തോപ്പ്, കുറേ വയൽ, ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി. നമുക്ക് കോസ്റ്റൽ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ കൂടെ തന്നെ പോകണം. പക്ഷേ നമ്മൾ കേരളത്തിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് അല്ലേ. ഡേ ടൈമിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ നോക്കിയതോ ഇത് ഫുള്ള് ഫ്രീ ആണ്. നമുക്ക് ഫ്രീ മൈൻഡായിട്ട് വണ്ടി ഓടിക്കാം. ഇനി നമ്മൾ നേരെ ദിണ്ടുക്കലിൽ നിന്ന് നേരെ നമ്മൾക്ക് മധുരയാണ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ട്. ലഞ്ച് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, വിശപ്പില്ല, നോക്കാം. പക്ഷേ ഹൈവേ നോക്കില്ല, ആ നീണ്ടു നിൽക്കുന്ന ഹൈവേ ഉണ്ടോ. ഇത് NH43 അല്ല AH ആണല്ലേ. എന്താണ് NH? ഓക്കെ, നാഷണൽ ഹൈവേ. SH സ്റ്റേറ്റ് ഹൈവേ. അപ്പോൾ AH എന്താണ്? AH43 അതെന്ത് ഹൈവേ ആണ്? അറിയണേ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മളിപ്പോൾ മധുര വിട്ടു ഗായ്സ്. മധുര കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ തിരുനെൽവേലി പോവാണ്. തിരുനെൽവേലി പോയിട്ട് നമുക്ക് തിരുനെൽവേലി ഹൽവ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് എന്താ പറയുക അവിടെ നിന്ന് മേടിച്ച് കഴിക്കണമെന്ന് നോക്കിയിരുന്നു. ഇതുവരെ ഞാൻ തിരുനെൽവേലി പോയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ എന്താ പറയുക ക്രോസ് ചെയ്ത് പോവല്ലാതെ അങ്ങനെ വേറെ ഒന്നും നമുക്ക് നിൽക്കാനോ ഇതുപോലെ വാങ്ങി കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ മധുരയിൽ ഒന്നുമില്ല, സ്നാക്സ് കാര്യങ്ങളാണ്. പിന്നെ ദിണ്ടുക്കലിലും വലിയ സീനില്ല. പിന്നെ പഴനി പഞ്ചാമൃതമാണ്, അത് മേടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇങ്ങോട്ട് പോകാം. തിരുനെൽവേലി എത്തുന്ന സമയത്ത് നമുക്ക് തിരുനെൽവേലി ഹൽവ എവിടെയെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി ഏകദേശം ഒരു 140 കിലോമീറ്റർ ഉണ്ട്. ആക്ച്വലി തിരുനെൽവേലിക്ക് അടുത്ത് തന്നെയാണ് കന്യാകുമാരി. അപ്പോൾ തിരുനെൽവേലി എത്തി പറഞ്ഞാൽ കന്യാകുമാരി എത്തി എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ 140, പിന്നെ ഒരു 80 കിലോമീറ്റർ എങ്ങാണ്ടാണ് നമ്മുടെ കന്യാകുമാരിക്കുള്ളത്. അപ്പോൾ ലഞ്ച് നമ്മൾ കഴിക്കുന്നില്ല, സ്കിപ്പ് ചെയ്യാണ്. സോളോ ആയാൽ ഇതാണ് പ്രശ്നം, നമുക്ക് പിന്നെ ഫുഡൊന്നും വേണ്ട, എങ്ങനെയായാലും ഡെസ്റ്റിനേഷൻ എത്താമെന്ന് പറയാം, റൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് റൈഡായിരിക്കും. അതാണ് സോളോൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് റെസ്റ്റ്. ഇപ്പോൾ ആകെ ഞാൻ ആ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ആകെ ഒരു പ്രാവശ്യം ആ ഒരു ഓറഞ്ചല്ല സാത്തുക്കുടി ജ്യൂസാണ് കുടിച്ചത്. അയ്യോ, അവിടുത്തെ ചേട്ടൻ കോമഡി. പക്ഷേ വളരെ സന്തോഷം കേട്ടോ. അവരെയൊക്കെ എന്താ പറയുക, അവർക്ക് പറ്റാത്ത ഒരു വിഷമമാണ് ആ മനസ്സിലുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ ചേട്ടൻ സൂപ്പറായിരുന്നു. സാത്തുക്കുടി ജ്യൂസും സൂപ്പറായിരുന്നു. ആക്ച്വലി നമ്മൾ തിരുനെൽവേലി ഹൽവ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നില്ല. ആക്ച്വലി ഇത് പക്ഷേ ടൗണിൽ കൂടെ പോകുന്നില്ല കഴിച്ചു. ഇത് വെളിയിലൂടെ ഉള്ള ഹൈവേ ആണ്. ഇതോ അവിടാണ് തിരുനെൽവേലി. എന്താ ചെയ്യുക. അപ്പോൾ ഹൽവ നമുക്ക് ഹൽവയായി. തിരുനെൽവേലി നമുക്ക് ഹൽവ തന്നു ഗൈസ്, ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ ടൗണിൽ കയറിയിട്ട് വരാനുള്ള ഒരു ടൈമില്ല. ഓൾറെഡി ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. നമുക്കൊരു 4:45-5 മണിയാകുമ്പോഴത്തേക്കും പിടിക്കണം. ഇനി ഒരു 90 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. 90. അയ്യോ, ഒന്നും പറയണ്ട. ഇതിൻ്റെ ഈ GPS മൗണ്ട് പൊട്ടി, ലെഫ്റ്റ് സൈഡിൽ മൗണ്ട് ഇത് ഇവിടെ നിന്ന് പൊട്ടി. ഇത് എപ്പോൾ വേണേലും കയ്യോടെ വരാം. ഓരോരോ എന്താ പറയുക, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തിരുനെൽവേലി ടൗണിൽ കയറുന്നില്ല. ഇനി ഒരു 90 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ കന്യാകുമാരിക്ക്. സോ റൂമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇനി റൂം വേറെ സെറ്റ് ചെയ്യണം. എനിക്ക് നല്ല ഹൈഡ്രേഷൻ വരുന്നുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും സീന്. ഏപ്രിൽ ഒന്നും വരാതിരിക്കുന്നതാണ് ബെറ്റർ തോന്നുന്നത്. എന്താ ചൂട്, പാലക്കാടിനേക്കാളും ചൂടാണല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിൽ. എന്ത് പറ്റിയെന്തോ.
ഇവിടെയൊക്കെ പിന്നെ നമ്മുടെ സ്പീഡ് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്പീഡും കാണിക്കുന്നുണ്ട്, ക്യാമറയും ഉണ്ട്. ഞാൻ ഈ ക്യാമറ എത്തുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. 75 ഇവിടെ നോർമൽ സ്പീഡാണ്. ഓക്കെ, പക്ഷേ ഞാൻ അതല്ല ചോദിക്കുന്നത്, ഏതുകൊണ്ടോ 64 ഇത്. അപ്പോൾ ഫൈൻ അടിക്കണ്ടോ ഇല്ലയോ ഒന്നും ഉറപ്പില്ല കേട്ടോ. ഫൈൻ അടിച്ചാൽ എന്തായാലും നല്ല ബൾക്കായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ്. അപ്പോൾ വരുന്നവർ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷേ റോഡ് ചില സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ കുറച്ച് സ്ഥലങ്ങളിലുള്ളൂ. ബാക്കി റോഡ് ഓക്കെയാണ്, പെർഫെക്റ്റാണ്. നമുക്ക് നൈസായിട്ട് സ്ട്രെച്ച് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ചപ്പോഴേ നമ്മൾ ഒരു ടോൾ ഉണ്ടായിരുന്നു, ആ ടോളിനകത്ത് ടോള് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 3 മറ്റേ ഹയാബൂസ, എൻ്റെ അമ്മേ, കേരള രജിസ്ട്രേഷനായിരുന്നു. നല്ല വണ്ടികൾ, എന്തായാലും അടിപൊളി. ആഹാ, നല്ല പ്രകൃതി രമണീയമായ കാഴ്ച. ഇതിപ്പോൾ കേരളം ഏതാണ് തമിഴ്നാട് അതെന്ന് അറിയില്ല. മുന്നൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കള്ളിമുൾച്ചെടികൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കേരളം പോലെ തന്നെ തോന്നുന്നു. നോക്കിയേ എന്ത് രസമാണിത് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ഡ്രോൺ എടുക്കേണ്ടത്, പക്ഷെ ഡ്രോണ് വർക്കാവുന്നില്ല. എന്ത് ചെയ്യാം, ആവനാഴിയിൽ അവസാന ആയുധം അത്. പക്ഷേ പൊട്ടാത്ത പടക്കമായല്ലോ കായ്. എന്തു പറയാനാണ്. അപ്പോൾ ഇനിയൊരു 19 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുന്നില്ല. വേറെ നോക്കട്ടെ, അവിടെ എത്തിയിട്ട് നമുക്ക് എന്താണ് പരിപാടി എന്ന് ആദ്യം ഒന്ന് റൂം എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൺസെറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് പോയി സൺസെറ്റ് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മുടെ യാത്രയിൽ എന്നും കൂടെ ഉണ്ടാവുക, ഈ യാത്രയിലും കൂടെ ഉണ്ടാവുക. വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് മറക്കല്ലേ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായോ. സൂര്യൻ കണ്ണിലോട്ട് തന്നെ അടിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 40 കിലോമീറ്ററും കൂടെ ഉള്ളൂ. 40 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരി എത്തും. അപ്പോൾ നമുക്ക് സൺസെറ്റ് കിട്ടും. യെസ്, ഞാനിപ്പോൾ ഒരു ഡ്രോൺ ഷോട്ടിന് ശ്രമിച്ചു, കുഴപ്പമില്ലാത്ത ഫുട്ടേജ് കിട്ടി. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ എന്ത് പറഞ്ഞാലും മക്കളെ, ഹൈവേ പൊളിയാണ്. ഹൈവേ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് ശ്രമിക്കുക കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഇതുവരെ ഒരു ട്രാഫിക്കോ അങ്ങനെ ഒന്നും കിട്ടില്ല. ചെറിയ റോഡ് പണികളുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് മാത്രമേ പണി കിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഒന്നുമില്ലാതെ. അപ്പോൾ വേണ്ടവർ ഒന്ന് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്താണ് പരിപാടി എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. പോയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ വിവേകാനന്ദ പാറയുടെ അടുത്ത് തന്നെ ഒരു റൂം എടുക്കാം. അതാകുമ്പോൾ നമുക്ക് സൺസെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കട്ടെ. അതിന് ബഡ്ജറ്റിൽ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ സീനില്ല എന്ന് വിചാരിക്കുന്നു. നോക്കാം. വിവേകാനന്ദ പാറയുടെ ഒരുപാട് ഡ്രോൺ ഷോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഡ്രോൺ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഈ നിയോ നിൽക്കുമോയെന്നും അറിയില്ല. അവിടെ നല്ല കാറ്റുണ്ടാവില്ലേ. നിയോക്ക് കാറ്റ് വളരെ അലർജിയാണ്. ചെറുതായ ഒരു കാറ്റടിച്ചാൽ പോലും അപ്പോൾ മറ്റേ സ്ട്രോങ് വിൻഡ് വാർണിംഗ് വരും. എന്നാലും നമ്മൾ ശ്രമിക്കാം. ഇത് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡ്രോൺ മേടിച്ചാലോ നോക്കാം. ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഞാൻ ഡ്രോൺ ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും നോക്കിയാലോ എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ, നമുക്കത് ട്രൈ ചെയ്യാം. ഇതൊന്നും വേണ്ട, ഒരു മീഡിയം റേഞ്ച് സാധനം നോക്കാം. ഇതിൻ്റെ വേറെ നിയോ 2 വന്നിട്ടുണ്ട്, അത് നല്ല കിടുവാണെന്ന് പറയണ്ടായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്യണം. അത് ഇതേപോലെ തന്നെയാണ്, പക്ഷേ ഇതേ ഫങ്ഷൻസ് തന്നെയാണ്, പക്ഷേ അത് വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടി കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂടിയിട്ട് വരുന്ന സാധനമാണ്. ബ്ലാക്ക് ഞാൻ കണ്ടായിരുന്നു റിവ്യൂവിൽ, ബ്ലാക്ക് കിടുവായിട്ടുണ്ട്.
അതൊന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഡ്രോൺ, ഒരു മിഡ് റേഞ്ചിൽ ഡ്രോൺ ഏതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇവിടെ നല്ല വിൻഡ്, വെറുതെ അല്ല ഇവിടെ നല്ല കാറ്റടിക്കണേ. ഇവിടെ എല്ലാവിടെയും മറ്റേ കാറ്റുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ഫുള്ള് നമുക്ക് അവിടെ മുതൽ ഇവിടെ വരെ കാണാൻ പറ്റുന്നതാണ് ഈ വിൻഡ് മില്ലുകൾ. ഓക്കെ, എന്തായാലും ആകെ ഇനിയിപ്പോൾ ഒരു 35 കിലോമീറ്ററും കൂടെ ഉള്ളൂ. 35 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് റൂം ഏതാണ്, എവിടാണ്, എന്താണെന്ന് നോക്കാം. ഞാൻ ബഡ്ജറ്റോട് കൂടിയിട്ടാണ് ഇതിപ്പോൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ബൈക്ക് എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ റൈഡിന് ബഡ്ജറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ബഡ്ജറ്റ് നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ, റൈഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫുഡിൻ്റെ കോസ്റ്റും ഒന്ന് സ്റ്റേയുടെ കോസ്റ്റുമാണ്. ഓക്കെ, സ്റ്റേ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു 1000 രൂപ വെച്ചോ. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 രൂപ ഇല്ലാതെ വേറെ എവിടെയും റൂം കിട്ടാനില്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ അതൊരു ചവർ റൂമായിരിക്കും. അപ്പോൾ ഒരു 1000 രൂപ വെച്ചോ. 1000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 800 to 1000. അപ്പോൾ 1000 രൂപയുടെ താഴെയുള്ള റൂം അത് ഇപ്പോൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ 800 രൂപ. പെട്രോൾ പിന്നെ മൈലേജിനനുസരിച്ച് എന്തായാലും അടിക്കണം. ഇപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ഒരു 916 രൂപയ്ക്ക് അടിച്ചു, പിന്നെ ഒരു 823 രൂപയ്ക്ക് അടിച്ചു. അപ്പോൾ ഇപ്പം ഫുൾ ടാങ്ക് ഉണ്ട്. ഫുൾ ടാങ്ക് അല്ല, ഒരു 1/4 ടാങ്ക് ഉണ്ട് അടിച്ചതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഈ പെട്രോളിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഈ എൻട്രി ഫീ കാര്യങ്ങൾ ഇതെല്ലാം ഒന്നും ചെയ്യാനില്ലാത്തതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോടൊന്നും ഒരു ഇതില്ല കേട്ടോ. ലൈക്ക് ഇതൊരു നമ്മളിപ്പോൾ ഒരു ഷോർട്ട് റൺ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും വരാൻ പറ്റില്ല. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും വരാൻ പറ്റില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് എന്തായാലും അതിൽ പോവും, മനസ്സിലായോ? പിന്നെ ഫുഡിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാതിരിക്കും. പിന്നെ കോസ്റ്റ്ലി ആയിട്ട് കഴിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ നമുക്ക് ഒരു നേരം കഴിക്കാൻ ഒരു 100 രൂപ ധാരാളമാണ്. 100 രൂപ ധാരാളമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 നേരം കൂടെ ചേർത്ത് ഒരു 300 രൂപ. പിന്നെ വല്ല ജ്യൂസ് എന്തെങ്കിലും കൂടി കുടിച്ച് കഴിഞ്ഞാൽ ഒരു 500 രൂപ ഒരു ഡേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ അവിടെയും പോയി 1000, 2000 രൂപ, അങ്ങനെ 3000 രൂപ. അങ്ങനെ ആ ഒരു 3000 രൂപയിൽ നിങ്ങൾ എന്ത് ലാഭിക്കാനാണ്? ബാക്കിയെല്ലാം അതേ കോസ്റ്റ് നിലനിൽക്കുന്നതല്ലേ. എൻട്രി ഫീ ഉള്ളതായാലും നമ്മുടെ പെട്രോൾ ആയാലും നിലനിൽക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഈ കോസ്റ്റ് കട്ട് ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിപ്പില്ല. പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താ പറയുക, ലിഫ്റ്റ് ചോദിച്ചും ട്രെയിനിൽ വന്നാലും അതിൻ്റെ ചാർജ് ഉണ്ട്. ഇനിയിപ്പോൾ ജനറൽ ടിക്കറ്റ് പെട്രോൾ ചാർജ് കുറവായിരിക്കും, അത്ര തന്നെ. അപ്പോൾ പെട്രോൾ ചാർജ് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ബാക്കി എല്ലാ ചാർജും അതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ബഡ്ജറ്റിൽ വരിക കേട്ടോ. ഓക്കെ, ഗൈസ്, ഒരു 1300 രൂപ കേട്ടോ ഈ റൂമിന്.